ഞാൻ നിന്റെ വള്ളക്കാരനൊന്നുമല്ല. ആരാടി നീ ഇടാന്ന് വിളിച്ചത്? മര്യാദയായിട്ട് സംസാരിക്കും. ഈ പെട്ടി എടുത്ത് വെള്ളത്തിൽ വെക്ക്. വേണമെങ്കിൽ തന്നെ തന്നെ എടുത്ത് വെച്ചോളൂ. തലയ്ക്ക് വട്ടായിരിക്കും. കയറ്, എനിക്ക് വേറെ ജോലിയുണ്ട്. ഞങ്ങളുടെ കാര്യസ്ഥന്റെ മകനാ. രമ കണ്ടില്ലേ? ആ, കുറച്ച് ഗമയിലൊക്കെ തന്നെയാ. സൗകര്യം ഉണ്ടെങ്കിൽ കയറിയാ മതി. വാടി. വള്ളത്തിൽ ബഹളം ഉണ്ടാക്കാൻ നിൽക്കണം. വള്ളം തന്നെ തന്റെ വകയാണോടാ? വെള്ളത്തെ കുറിച്ച് എന്നോട് പറയണ്ട. നീ പോടാ. രാധേ, നിന്റെ വീട്ടിൽ ഇനി ഞങ്ങൾ വരുന്നില്ല. ഞങ്ങളെ കൊണ്ട് തിരിച്ചു വിട്ടേക്കും. സോറി ശാന്തി. നല്ലപോലെ അങ്ങോട്ട് ഞെട്ടിക്കോ. ഗോവിന്ദന്റെ കൈക്ക് തൂമ്പ പിടിച്ച താമ്പ ഇനി അമർത്തി ഞെക്കിയാൽ അങ്ങനെ നിന്നു. ഇല്ല ഗോവിന്ദ, നിന്റെ കൈക്ക് നല്ല മൃദുത്വമാ. വാസ്തവത്തിൽ എന്റെ മാധവി ഞെക്കുന്നതിനേക്കാൾ സുഖമുണ്ട്. എന്നാ പിന്നെ ഗോവിന്ദൻ ചേട്ടനെ അങ്ങ് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നല്ലോ. അയ്യോ കൊച്ചമ്മ, അങ്ങനെ എന്റെ കല്യാണം ആലോചിച്ചതാ. സ്ത്രീധനത്തൊഴിയുടെ കാര്യത്തിൽ തെറ്റിപ്പോയതാണ്. കൊച്ചമ്മയ്ക്ക് ഇപ്പൊ 2 മക്കളല്ലേ ഉള്ളൂ. അങ്ങനെ എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ചുരുങ്ങിയത് 5 മക്കളുണ്ടായിരുന്നു. വേണമെങ്കിൽ ഗോവിന്ദൻ ചേട്ടൻ ഇനി പ്രസവിക്കാമല്ലോ. നീ പോടാ അവിടുന്ന്. അയ്യോ കുഞ്ഞെ, ഈ ചെളി എങ്ങനെ പറ്റി? കുഞ്ഞാതിന് ഞാനെന്ത് പഴച്ചു? താനല്ല, തന്റെ മോൻ ചെയ്തതാ. ആര്? സുരേന്ദ്രനോ? അവൻ എന്ത് ചെയ്തു? ചേട്ടാ, ഇയാളുടെ മോനില്ലേ, അയാൾ എന്റെ വള്ളത്തിന്റെ പിടിച്ച് വെള്ളത്തിൽ തള്ളി. എന്റെ സൂട്ട്കേസ് പിടിച്ച് ചളിയിലൊക്കെ ചാടി. എന്തായി കേൾക്കുന്നത്? അങ്ങനെ ഞാൻ ഒന്നും അറിഞ്ഞതല്ലേ. ചേട്ടാ, അവനെപ്പോഴും ഇപ്പൊ എന്റെ പല്ലടിച്ച് താഴെ ഇടണം. ഇല്ലടാ, അവള് പറയുന്ന കേട്ട് കടിക്കാൻ അങ്ങോട്ട് പോയേക്കാം. ഒരു കാര്യമില്ലാണ്ട് സുരേന്ദ്രൻ അങ്ങനെ ചെയ്യില്ല. കൊച്ചമ്മേ, രാധക്കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരാൻ വള്ളക്കാരനില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവനെ പറഞ്ഞയച്ചത്. എടി, സത്യം പറ, എന്താ ഉണ്ടായത്? നീ അവനെ വല്ലതും പറഞ്ഞു? പറഞ്ഞാൽ തന്നെ അവന് ചെയ്യാൻ കൊള്ളാം. ഗോവിന്ദൻ ചേട്ടൻ മിണ്ടാണ്ടിരി, അവള് പറയട്ടെ. അമ്മേ, ഞാൻ വള്ളത്തിൽ എഴുന്നേറ്റ് നിന്നു. അമ്മ അവൻ പറഞ്ഞു ഇരിക്കാൻ. ഞാൻ ചോദിച്ചു, നിന്റെ തന്റെ വള്ളമാണോടാന്ന്. പോരെ, വേറെ വല്ലവര് വരുന്നെങ്കിൽ നിന്റെ കരണം അടിച്ചു പോയിക്കുമായിരുന്നു. നീ ഒരു പെണ്ണല്ലേ, അവന്റെ തന്തയ്ക്ക് വിളിക്കാൻ കൊള്ളാമോ? പറഞ്ഞാൽ എന്താ, അവന് കേട്ടുകൂടെ? ഈ കുഞ്ഞുങ്ങളെ എന്റെ തന്തയ്ക്ക് പറഞ്ഞ് ഞാൻ കേൾക്കുമല്ലോ. അല്ലെങ്കിലും ഗോവിന്ദന്റെ മകൻ അഹങ്കാരിയാ. അവന്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർത്തു തരാം. വേണ്ട കുഞ്ഞ്, ഞാൻ ചോദിക്കാം. ഇന്ന് അവന്റെ പല്ലടിച്ച് താഴെയിട്ടില്ലെങ്കിൽ ഞാൻ അവന്റെ തന്തയല്ല. ഗോവിന്ദാ, ഗോവിന്ദാ, എടാ എടാ സുരേന്ദ്ര, നീ എന്ത് തെമ്മാടത്തരാണ് ആ രാധക്കുഞ്ഞിനോട് കാണിച്ചത്? തെമ്മാടത്തരം കാണിച്ചത് അവളാ. അടിച്ച് നിന്റെ കരണക്കുറ്റി ഞാൻ പോച്ചു കളയും. അച്ഛൻ അവളെ വാക്കും കേട്ടോണ്ട് എന്റെ നേരെ ചാടുന്നത്. അവള് പെണ്ണായതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടു. എടാ, ആ കുഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കങ്ങ് ക്ഷമിച്ചൂടെ? കുഞ്ഞും തള്ളയൊക്കെ പറയുന്നത് അച്ഛനും കേട്ടോണ്ടാ മതി. എന്നെ കിട്ടൂല. ഗ്രഹപ്പഴക്കാടാ ഞാൻ നിന്റെ കയ്യിൽ വള്ളം ഉണ്ടെന്ന് പറഞ്ഞയച്ചത്. ആ, എന്നെ ഈ മാതിരി പണിക്കൊന്നും പറഞ്ഞയക്കണ്ട. നീ പിന്നെ ആര്? ഗവർണറിന്റെ മോനോ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, അച്ഛന് ജോലി നോക്കിയിട്ട്. നീ എന്തോ പറഞ്ഞത്? അച്ഛനച്ഛന് ജോലി നോക്കാനോ? അത് എന്നോടല്ല പറയേണ്ടത്, എന്റെ തന്തയോട് പറയണം. അങ്ങനെ മീനൊന്നും കൊത്തുന്നില്ലല്ലോ.
പിടയ്ക്കാതിരി. പണ്ടെന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ചൂണ്ട കയ്യിൽ എടുത്തെന്ന് അറിഞ്ഞാ മതി, വെള്ളത്തിൽ നിന്ന് മീൻ വന്ന് കരയ്ക്ക് വന്ന് ചൂണ്ടയിൽ കൊത്തും. അതെന്താ കാലം. ഇപ്പോഴത്തെ മീനിന് നല്ലവനെയും നാരനെയും തിരിച്ചറിയാൻ പാടുണ്ടായിപ്പോയി. പാച്ചുള്ളേ, ഓ, താൻ ഈ ചൂണ്ടയിൽ തീനി ഒന്ന് പൊരുത്തില്ലയോ? അത് മറ്റവൻ കൊണ്ടുപോയി. എന്നാ ഒന്ന് പൊരുക്ക. പാച്ചുള്ളേ, എന്റെ മോതിരം വെള്ളത്തിൽ പോയി. മോതിരോ? ഞാൻ പോയി വലക്കാരെ വിളിച്ചോണ്ട് വരാം. താനൊന്ന് മുങ്ങി തപ്പി നോക്ക്. വേഗം ആട്ടെ. നാളെ എന്നെ ഒരാൾ പെണ്ണ് കാണാൻ വരുന്നു. വരട്ടെന്ന്. അവനെയും വെള്ളത്തിൽ ചാടിക്കുന്നതിന് ഞാൻ ഏറ്റു. എല്ലാരും ഇങ്ങനെ പറഞ്ഞെടുത്ത് എന്റെ ഗതി അധോഗതിയാവും. നീ പേടിക്കണ്ട. എന്റെ പേരെന്തുവാ? എന്നാ ഞാൻ ഏറ്റു. എനിക്ക് ആ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. അത് മതി. എന്തോന്ന് ആശാരം മുങ്ങി തപ്പുന്നത്? ഒന്നുമില്ല. എന്നാലും നമ്മുടെ കൊച്ചൂർ പാസാന്റെ മോതിരെ വെള്ളത്തിൽ പോയി. മോതിരമോ? ഗോപാല, കൃഷ്ണ, നാരായണ, ഓടി വാടാ. ഒറ്റ പോയി. ഇങ്ങോട്ടൊന്നും വരില്ല. അവിടെ കുളത്തിൽ കിടന്ന് തപ്പൂത്തേ ഉള്ളു. എന്താ ഞാൻ പോട്ടെ. കുളത്തിൽ തെറ്റിക്കൊണ്ടുവരാം. ആരെ കിട്ടിയാലും എന്റെ തന്നെ. പശുവേ, എന്തോ എന്താ തപ്പുന്നേ? അങ്ങനെ തന്നെ മോതിരം. അയ്യോ, അത് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇനി കേറിപ്പോരെ. ഇയാളെ കാണുന്നില്ലോടാ. പിടിച്ചോളിണ്ടാ. എടി മാലേ, നീയൊക്കെ കൊയ്തില്ലെങ്കിൽ വേണ്ടടി. കൊച്ചങ്ങൊന്ന് കൊയ്യിക്കാൻ വേറെ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങി കൊയ്യൻ. അങ്ങനെ ഇറങ്ങി കൊയ്യാൻ ഒക്കത്തില്ല. വർഷങ്ങളായി ഇവിടുത്തെ കൊയ്ത്ത് മുഴുവൻ നടത്തുന്ന ഞങ്ങളാ. പോയിടാ അവിടുന്ന്. ഇറങ്ങി കൊയ്യിലടാ. ആരെങ്കിലും വയലിറങ്ങിയാൽ കാല് വെട്ടിക്കളയും. എടാ സുരേന്ദ്ര, പോ വീട്ടിൽ. അച്ഛനിത് ഇടപെടേണ്ട. പിന്നെ ഞങ്ങളും നിങ്ങളും തൊഴിലാളികളാണ്. ഈ പതിവ് തൊഴിലാളികൾ കുറച്ച് നെല്ല് കൂടുതൽ ചോദിച്ചത് കൊണ്ടാണ് കരിങ്കാലിപ്പണിക്ക് നിങ്ങളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എടാ, നിലം എന്റെയാ. എനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് കൊയ്യിക്കും. കൊയ്യിച്ചാ മാത്രം പോരാ, ന്യായമായ കൂലിയും കൊടുക്കണം. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. ഇറങ്ങി കൊയ്യിനടാ. ഇവൻ എന്ത് ചെയ്യും നോക്കട്ടെ. ചങ്ങാതിമാരെ, നിങ്ങൾ കൊയ്യാൻ വയലിറങ്ങിയാൽ ഞങ്ങൾ തടയും. നമ്മൾ തമ്മിൽ തല്ലുണ്ടായാല് നിങ്ങൾ കുറെ പേര് ആശുപത്രിയിലാകും, ഞങ്ങളും കുറെ പേര് ആശുപത്രിയിലാകും. കുറെ പേര് പോലീസ് സ്റ്റേഷനിൽ പോകും. ജാമ്യത്തിലെക്കാൻ ഇവരാരും വരാനും പോകുന്നില്ല. അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് നല്ലത്. സാറേ, ഇവിടെ കൊയ്യാൻ ആളില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചോണ്ടുവന്നത്. കാര്യം ഇതാണെന്ന് നമുക്കറിയാൻ പാടില്ലായിരുന്നു. വരീൻ, നമുക്ക് പോകാം. അയ്യോ അയ്യോ, നിങ്ങൾ അങ്ങനെ പോകരുത്. പറഞ്ഞതിന്റെ ഇരട്ടി കൂലി തരാം. പക്ഷെ ആ കൂലി ഇവർക്ക് കൊടുത്തുകൂടെ? നീ എന്തോ പറഞ്ഞടാ? ഇവർക്ക് കൊടുക്കാൻ പാടില്ല. നിന്റെ തന്ത കൊടുക്കും. ഒരുത്തരം കൊയ്യണ്ടടാ. വിളഞ്ഞ് നെല്ല് വയലിൽ കിടന്ന് ഒരു പോക്ക് പോട്ടെ. അതിന് ഞങ്ങൾ സമ്മതിക്കും. നിലം നിങ്ങളേതാണെങ്കിലും നെല്ല് വിളയിച്ചത് പാവപ്പെട്ട ഞങ്ങളാണ്. ഞങ്ങൾ കൊയ്യും, ന്യായമായ കൂലി ഞങ്ങൾ എടുത്തുകൊണ്ട് ബാക്കി അവിടെ കൊണ്ട് തരികയും ചെയ്യും. വേടാ ബാബു. എടാ സുരേന്ദ്ര, ഇതിനേക്കാൾ ഭേദം നിനക്ക് എന്റെ തല കൊയ്യായിരുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? വരണം, നമുക്ക് കൊയ്യാം. നീ എന്തോ പറഞ്ഞു? എന്നോട് കൊയ്യാനോ?
അതിന് നിന്റെ തന്ത കൊയ്യും. അങ്ങുന്നേ ആ നിങ്ങൾ ഇറങ്ങി കൊയ്യും.